ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്നൊരു നല്ലൊരു വിശേഷമുള്ള ദിവസമാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ എൻ്റെ ജീവിതത്തിലൊരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടായിട്ടില്ല. അതായത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഏട്ടനും ഞാനായിട്ട് ഷോപ്പിങ്ങിന് മക്കളുണ്ട് പോയി. അവിടെ നിന്ന് ഏത് സെക്ഷനിലാണ് നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടിപൊളി ടോപ്പ്, കുർത്തീസ്, അങ്ങനെ ഷോർട്ട് ടോപ്പ്, ക്രോപ്സ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെയാണ്. അതിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് വിശേഷമെന്ന് ചോദിച്ചാൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. എനിക്കിതുവരെയും ഇങ്ങനെ ഒരു ബർത്ത്ഡേ ദിവസം ഉണ്ടായിട്ടില്ല. അത്രയ്ക്കൊരു അടിപൊളി ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ ചെറുതിലേക്ക് ഒരുപാട് നമുക്ക് ഒരുപാട് വിഷമകരമായ ഒരേ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ ജീവിച്ച് വന്ന ആൾക്കാരായിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതിലൊന്നും നമുക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അമ്മമാർ ഒരു പായസമൊക്കെ വെച്ച് തരുമായിരിക്കും. എന്നിട്ട് നമ്മളെ ഒന്ന് പറഞ്ഞ് മക്കളെ പൈസ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ച് അങ്ങനെയൊക്കെ നമുക്ക് അന്ന് അതിനുള്ള അറിവേ ഉള്ളൂ. അത് തന്നെ നമുക്ക് എന്തോ വലിയൊരു കാര്യമായിട്ടൊക്കെ തോന്നി. അന്ന് അത് വലിയൊരു സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത്. അല്ലാതെ നമുക്ക് കേക്ക് വാങ്ങാനോ ഒരു ഡ്രസ്സ് എടുത്ത് തരാനോ അങ്ങനെയൊന്നും അന്നത്തെ കാലത്തുള്ളവർക്ക് അതിനുള്ള ഒരു പൈസയും കാര്യവും അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ കല്യാണം കഴിയണത് വരെയും എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സ് എടുത്ത് തരാനോ ഒരു കേക്ക് വാങ്ങി തരാനോ മിഠായി വാങ്ങി തരാനോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കേക്കും ഡ്രസ്സും എല്ലാം ചെയ്തു തരാറുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ബർത്ത്ഡേക്ക് നമുക്ക് കുറച്ചുകൂടെ തന്നെ നല്ല രീതിയിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് പനിയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളായിട്ട് സുഖമില്ലാതെയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞാണ് എൻ്റെ ബർത്ത്ഡേ. അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ നിന്ന് 1-2 ടോപ്പുകളൊക്കെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇട്ട് നോക്കണം. പിന്നെ കൂടുതലും ഇവിടെ XXL, 5XL, 4XL ഒക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ 1-2 ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. അടുത്ത് 2-3 ടോപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം ഈ പ്രാവശ്യം ഏട്ടൻ്റെ ഇഷ്ടത്തിന് അങ്ങ് കൊടുത്തേക്കാണ് കേട്ടോ. ഏട്ടൻ്റെ ഇഷ്ടത്തിന് എടുത്ത ടോപ്പുകളൊക്കെയാണിത്. അങ്ങനെ ഇതിൽ 2 ടോപ്പ് ഞാൻ എടുത്തു. ഏട്ടൻ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2-3 കൂടെ എടുത്തോ എന്ന് പറയുന്നുണ്ട്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. 3 ടോപ്പ് എടുത്തു കേട്ടോ. ഇതിൽ 2 ടോപ്പും ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ എടുത്തിട്ടുണ്ട്. അതിനെ പാക്ക് ചെയ്ത് അവർ അവിടെ നിന്ന് ഞങ്ങളെടുത്ത ടോപ്പൊക്കെ അവർ പാക്ക് ചെയ്യുന്നുണ്ട്. ബില്ലടയ്ക്കാൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബില്ലടച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഇതുവരെയും പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ ബർത്ത്ഡേക്ക് കഴിക്കാൻ പോയിട്ടില്ല. നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം വെച്ച് കഴിക്കലാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും എനിക്ക് സുഖമില്ലാതെയൊക്കെ വന്നതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും അന്ന് എന്തായാലും വെക്കേണ്ട, വൈകുന്നേരത്തേക്ക് നമുക്ക് പുറത്ത് പോകാമെന്നുള്ള ഒരു ഇതിലായിരുന്നു. എല്ലാ പ്ലാനിങ്ങും അച്ഛനും മൂത്ത മകളുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. വൈകുന്നേരമാണ് പറഞ്ഞത്. ഇതുപോലെ പുറത്ത് പോണ വഴിക്കാണ് ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞതും. പിന്നെ ഫുഡ് കഴിക്കണമെന്ന് വന്നപ്പോൾ പറഞ്ഞായിരുന്നു. വൈകുന്നേരം വന്നപ്പോൾ പുറത്ത് പോകണം, ഫുഡ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഒരു സന്തോഷമല്ലേ. നമ്മൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കുമെന്നോ എത്ര കാലം ജീവൻ ഉണ്ടാവുമെന്നോ നമുക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയവും നമുക്ക് പറ്റുന്നത് പോലെ എൻജോയ് ചെയ്യുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതും ഹസ്ബൻഡിൻ്റെ കൂടെ ആയാലും നമുക്ക് ഹാപ്പിയായി ഇരിക്കാൻ പറ്റുന്ന മൊമെൻ്റ് എല്ലാം നമ്മൾ ഹാപ്പിയായി ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു രീതി.
അതെത്രത്തോളം മറ്റുള്ളവർക്ക് ശരിയാവും എന്നെനിക്കറിയില്ല. എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് അവിടെയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ സാലഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സാലഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ സാലഡൊക്കെ ഞാനും ചേട്ടനും കഴിക്കുന്നുണ്ട്. മക്കൾക്ക് സാലഡൊന്നും വലിയ ഇഷ്ടം ഉള്ള ആൾക്കാരല്ല. അങ്ങനെ സാലഡൊക്കെ കഴിച്ച് ഇവിടെ ഈ സപ്ലൈ ചെയ്യുന്ന രീതിയും കാര്യമൊക്കെ നല്ല ഒരു ഭംഗിയിലാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഇത് മുളകിട്ട ഒരു ഇതാണ്. ഇത് പച്ചമുളകും ഒരു മധുരമുള്ള ഒരു ടൈപ്പ് ഒരു സാധനമാണ്. ഇത് നല്ല എരിവുണ്ട് കേട്ടോ. അത് ടൊമാറ്റോ സോസാണ്. പിന്നെ പച്ച കളറിലെ ചമ്മന്തി, പിന്നെ മയോണൈസ്, അച്ചാർ. ഇത് ബീഫ് റിബ്സ് ബിരിയാണി. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്, മക്കൾക്ക് അത് മതി എന്ന് പറഞ്ഞ്. ഇത് പെരി അൽഫാം. ഇത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കുബൂസായിട്ട് അത് ആയി. അങ്ങനെ ഫസ്റ്റ് ടൈം ഇത്രയും ഓർഡർ ചെയ്തു. അങ്ങനെ കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലും ഓർഡർ ചെയ്യാൻ നമ്മൾ വിചാരിച്ചു. ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ, വേണമെന്നുള്ള കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ഇതാ കഴിക്കുന്നുണ്ട്. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ചോറും എല്ലാം തിന്നു. സാലഡ്സും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കെച്ചപ്പും അച്ചാറും എല്ലാം എടുത്ത് വെച്ച് അങ്ങനെ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞ് 4 സൂപ്പിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മട്ടൺ സൂപ്പ്. അപ്പോൾ ഏട്ടന് നല്ല ഇഷ്ടമാണ് മട്ടൺ സൂപ്പ്. മോള് നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മൂത്ത മോള് പറഞ്ഞു ചിക്കൻ 65 വേണം. അങ്ങനെ ചിക്കൻ 65ഉം പിന്നെ ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ അവർ നൂഡിൽസ് കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ ബിരിയാണിയും കൂടെ വാങ്ങി അതുമാക്കി അങ്ങനെ അതും കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും തന്നെ വയറ് ഫുൾ ലോഡാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഇങ്ങനെ ഫുഡ് കുറേ ദിവസത്തിന് ശേഷം, പനിയൊക്കെ ആയിരുന്നതിന് ശേഷം അങ്ങനെ അധികം ഫുഡൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിച്ച് തളർന്നു. പിന്നെ കുറച്ച് അച്ചാർ, എനിക്ക് തലകറങ്ങും പോലും, ഞാൻ അങ്ങനെ ഇരുന്നു കുറച്ച് അച്ചാർ എടുത്ത് കഴിച്ചു. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് അച്ചാർ കഴിച്ചാൽ ശരിയാവുമെന്ന്. അങ്ങനെ എല്ലാവരും കഴിച്ച് ചെറിയ മോളിങ്ങനെ ബാക്കി പതുക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ബില്ലൊക്കെ കൊടുത്ത് നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുത്തു. അങ്ങനെ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നല്ല ഒരു മിഠായിയും അങ്ങനെ പല വെറൈറ്റി ഇതൊക്കെ ആയിട്ട് അതിൻ്റെ അപ്പുറത്ത് സൈഡിൽ റിസപ്ഷൻ നടക്കുകയായിരുന്നു കേട്ടോ. ഒരു കല്യാണ റിസപ്ഷൻ നടക്കുകയായിരുന്നു. അച്ഛനും മോളും കൂടി രഹസ്യം പറയുകയാണ് അവിടെ എന്താ ഇങ്ങനെ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെ കോമഡികൾ പറഞ്ഞിരിക്കുകയാണ്. മോളിങ്ങനെ നിന്ന് അച്ഛന് ഒരു നോട്ടം നോക്കി ഇങ്ങ് വന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഇളയ മോൾ അതിൻ്റെ ഇടയിൽ കയറി. അവൾക്ക് അവിടെ നിൽക്കണം, എന്നിട്ട് ഫോട്ടോ എടുത്താൽ മതി, ഞങ്ങളെ രണ്ടാളും തനിച്ച് വിടൂല എന്ന് പറഞ്ഞിട്ട് അവൾ അതിൻ്റെ ഇടയിൽ കയറി. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്